ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു തോട്ടം സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ആദ്യത്തെ ഘട്ടമാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത്. പാർട്ട് 1 ആണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ തോട്ടം സെറ്റ് ചെയ്യുന്നതിൻ്റെ ഓരോ ഘട്ടമായിട്ടുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കാണണം. നമ്മൾ റോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ദേ കണ്ടോ, ബാംഗ്ലൂർ സ്റ്റോൺ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഭാഗം മണ്ണോട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉയർത്തിയിട്ട് അവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ തോട്ടം സെറ്റ് ചെയ്യാൻ പോണത്. ഇപ്പോൾ ഇവിടെ ആകെ പുല്ല് വളർന്നിട്ട് കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള മരങ്ങളൊക്കെ ഒന്ന് വെട്ടിയൊതുക്കി ആവശ്യമില്ലാത്ത പുല്ലിനൊക്കെ നമുക്ക് പറിച്ച് കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഇവിടെ. അപ്പോൾ ഈ കാണുന്നതാണ് സാക്ഷാൽ പേൾ ഗ്രാസ് എന്ന് പറയുന്നത്. അധികം ഹൈറ്റ് വെക്കില്ല, ഇങ്ങനെ തറയിൽ നന്നായിട്ട് പടർന്ന് വരികയാണ് ചെയ്യുക. പിന്നെ കുറച്ച് ഉയരം വെക്കുന്ന വേറൊരു തരത്തിലുള്ള ഒരു ഗ്രാസ് ഉണ്ട്, അതിന് ബഫലോ ഗ്രാസ് എന്നാണ് പറയുക. അപ്പോൾ ഈ പേൾ ഗ്രാസ് ഇവിടെ തന്നെ ഉണ്ടായതൊന്നുമല്ല, ഞാൻ കുറച്ച് നാൾ മുന്നേ നട്ടിരുന്നതാണ് കേട്ടോ. മണ്ണുത്തിൽ നിന്ന് ഞാൻ കുറച്ച് വാങ്ങിച്ചിരുന്നു. അതിപ്പോൾ കുറേയൊക്കെ പടർന്ന് പിടിച്ചിട്ടുണ്ട്, കുറേയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അതുകൂടെ മറ്റുള്ള ചെടികളും നിറയെ പന്തലിച്ച് ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആവശ്യമില്ലാത്ത ചെടികളെല്ലാം കളഞ്ഞിട്ട് നമുക്ക് പേൾ ഗ്രാസിനെ മാത്രമായിട്ട് നിർത്താം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഞാനൊരാളെ ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അവിടെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് വലിയ മരങ്ങളായതുകൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് വെട്ടാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഹെൽപ്പിന് ഒരാളെ വിളിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ ആ സൈഡിലുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി നിർത്തിയിട്ടുണ്ട്. ഫുള്ളായിട്ട് വെട്ടി കളഞ്ഞിട്ടില്ല കേട്ടോ, അതിനെ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ കടയുടെ അവിടെ നിന്ന് നിറച്ച് പൊടിച്ച് വരുന്നതായിരിക്കും. ഈ പുല്ലിൻ്റെ ഉള്ളിൽ 2 സ്റ്റാൻഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. 3 തട്ടുള്ള 2 സ്റ്റാൻഡുകളുണ്ട്. അത് നിറയെ ചെടികളാണ്, ചെടിച്ചട്ടികൾ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അതിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റണം. അപ്പോൾ ഇതിനിടയ്ക്ക് 2-3 വാഴയുടെ തൈ എന്ന് പറയാൻ പറ്റില്ല, വലിയതാണ്. 2-3 വാഴകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇതെല്ലാം വെട്ടിയിട്ടുള്ള ഈ വേസ്റ്റുകളെല്ലാം ഇടണത് നമ്മുടെ ആ ഒരു മൂലക്കിലായിട്ട് ഒരു ചെന്തെങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെന്തെങ്ങിൻ്റെ താഴെ നമ്മൾ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, നെറ്റ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ്, അത് നല്ല വളമാണല്ലോ നമ്മൾ ഇത് ചെയ്യുമ്പോൾ. തെങ്ങിന് നല്ലൊരു വളമായിട്ട് കിട്ടുകയും ചെയ്യും ഈ പച്ചിലകളൊക്കെ ചെയ്യുമ്പോൾ. ഇനി ആ വാഴ ഇരുന്നിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന ആ സ്റ്റാൻഡിലത്തെ ചെടികളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡിന് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ആ സ്റ്റാൻഡിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥകൾ. നിറയെ പുല്ലുണ്ട്. അപ്പോൾ ആ പുല്ലിനൊക്കെ മാറ്റിയെടുക്കണം. പിന്നെ അതുപോലെ ഇനി അടുത്തൊരു സ്റ്റാൻഡും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ ചെടിച്ചട്ടികളും എല്ലാം മാറ്റി. ഇവിടെ ഉണ്ടായിരുന്ന വാഴയൊക്കെ പറിച്ച് കളഞ്ഞു കേട്ടോ നമ്മൾ. കണ്ടോ, കംപ്ലീറ്റ് വാഴ പറിച്ച് ഇത് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ മുരിങ്ങേനെ നമ്മൾ വെട്ടി കളഞ്ഞിട്ടുണ്ട്. ഇതുമ്പോൾ കായൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് വലിയ ഉപകാരത്തിലേക്കുള്ളതല്ല, ഇല മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയ കുറ്റി മുരിങ്ങ വെക്കാമെന്ന് വെച്ചിട്ടാണ്. ഈ മുരിങ്ങനെ നമ്മളിവിടെ നിന്ന് കളഞ്ഞു. പിന്നെ ഇനി ഈ സ്റ്റാൻഡിനെ ഇവിടെ നിന്ന് മാറ്റണം. ഈ സ്റ്റാൻഡിൻ്റെ പോലെ തന്നെ ഇപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡിനെ നമ്മൾ ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുമുണ്ടായിരുന്ന ഈ ചെടികളൊക്കെ ഇനി അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കണം. ഇനി ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യാനുണ്ട്. ഇവിടെ നിറയെ വേസ്റ്റുകളും കുറേ ചട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇത് നമ്മുടെ മണിമുല്ലയാണ് കേട്ടോ. നമുക്ക് മണിമുല്ലയ്ക്ക് നല്ലൊരു പന്തലിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല അടിപൊളി ഒരു പന്തലിൽ കയറ്റി സെറ്റാക്കാം. ഇത് കോളാമ്പിപ്പൂവാണ്, മഞ്ഞയല്ല, ഒരു കാപ്പി കളറിലുണ്ടാവുമല്ലോ, അങ്ങനത്തെ കോളാമ്പിയാണ് കേട്ടോ അത്. ഇതും കട്ട് ചെയ്തിങ്ങനെ നിർത്തിയിട്ടുണ്ട്. കണ്ടോ, പുല്ലൊക്കെ വാടി തുടങ്ങി. നന്നായി നനച്ചു കൊടുക്കണം. ശരിക്കുള്ള നമ്മുടെ പേൾ ഗ്രാസാണ് കേട്ടോ. കണ്ടോ, നന്നായി നനച്ചു കൊടുത്ത് പിന്നെ പടർത്തി എടുക്കണം നമുക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്താ വെച്ചാൽ ഇവിടെ തൊട്ട് ഞാൻ നമ്മുടെ ഈ ഒരു ഗാർഡൻ, നമ്മുടെ തോട്ടത്തിനെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരും വിട്ട് കളയരുത്. ഇത് പാർട്ട് 1 ആണ്. ഇനി 2, 3, 4 ഒക്കെ വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തോളൂ കേട്ടോ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.